ഉത്തരാഖണ്ഡിൽ അനധികൃത മദ്രസ പൊളിച്ചതിനെ തുടർന്ന് വലിയ സംഘർഷമുണ്ടാകുകയും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തൊരു സാഹചര്യം. ആ സാഹചര്യത്തിലേക്ക് നയിച്ചത് ഈ അനധികൃത മദ്രസ പൊളിക്കൽ ആയിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം ഈ മദ്രസ പൊളിക്കുന്നതിന് 2022 മുതൽ തന്നെ നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ ഈ നോട്ടീസ് നൽകിയതിന് എതിരെയും യാതൊരു പ്രതിഷേധവും ഉണ്ടായില്ല. ഈ ഒരു ബിൽഡിംഗ് മാത്രമല്ല, അനധികൃതമായി കെട്ടിയുയർത്തിയ അനവധി ബിൽഡിങ്ങുകളുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കെട്ടിയുയർത്തിയ ബിൽഡിങ്ങുകളുണ്ടായിരുന്നു. അതിൽ ക്ഷേത്രം ഉൾപ്പെടെയുള്ളവയുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അധികൃതർ പൊളിച്ചു മാറ്റിയിരുന്നു. ഇപ്പോൾ ഈ സംഘർഷത്തിന് പിന്നിൽ ഈ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിൻ്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉൾപ്പെടെ സജീവമായി തന്നെ ഇടപെട്ടിരുന്നു. ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു, ഒരു ട്രയൽ റൺ ആയിരുന്നു. പൗരത്വ ഭേദഗതി സമരം പോലെ തന്നെ ഇത് കത്തിച്ചു വിടുക. കാരണം ഉത്തരാഖണ്ഡിൽ ഈ നിയമം പാസ്സായാൽ തുടർന്ന് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും ഇത് നിയമമായി വരും, രാജ്യമൊട്ടാകെ ഇത് നിയമമായി വരും. അതിനു മുൻപ് അതിനെ തടയിടുക, അതൊരു വലിയ സംഘർഷത്തിലേക്ക് എത്തിക്കുക, കലാപത്തിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി നടന്ന ആസൂത്രിതമായ ശ്രമമായിരുന്നു. പെട്രോൾ ബോംബുകളൊക്കെ ദിവസത്തിന് മുമ്പ് തന്നെ അവിടെ ശേഖരിച്ച് വെച്ചിരുന്നു. ഒപ്പം തന്നെ കല്ലുകളും മറ്റും പലയിടത്തായി അടുക്കി വെച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ഇതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ ഇതിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഉത്തരാഖണ്ഡിൽ നടന്ന അനധികൃത കെട്ടിടം പൊളിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, പകരം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയതിലുള്ള പ്രതിഷേധമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.